അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട പൊതിച്ചോറാണ്, നാടൻ പൊതിച്ചോറ്. നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂരമീനാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മീനാണ്. മീനിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂരമീൻ ആയതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ മീൻ വറുത്തതിന്. മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പ് റെഡിയാണ്. മീനിലേക്ക് നമ്മുടെ അരപ്പ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മസാലയും മീനും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. കുറച്ച് നേരം വച്ചിരുന്നാൽ നല്ലതാണ്. അപ്പം മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ മീൻ വറുത്തതിന് കിട്ടും. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ വശം കൂടെ മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണത് അച്ചിങ്ങാപ്പയറാണ്. ഒരു കൈപ്പിടി അച്ചിങ്ങാപ്പയറാണ് എടുത്തേക്കണത്. പയർ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ തോരനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3-4 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2 ചെറിയ പച്ചമുളകും ഒരു 2 നുള്ളു ജീരകവും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പയർ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ എന്താ നന്നായിട്ട് തിരുമ്മി വെച്ചു. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കും. അതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മട്ടേരി ഉണ്ടല്ലോ, കുത്തരി, അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ പയർ തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അരിയും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വറ്റൽമുളക്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പയറിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. വെള്ളം ഒത്തിരി ചേർക്കണ്ട, പയറിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. ഇനി ഇതൊരു 8-10 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കണം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളൂ.
അപ്പോൾ അതാ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണത് 2 ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഒരുവിധം വലിപ്പമുള്ള ഒരു ക്യാരറ്റുമാണ്. ഇത് രണ്ടും ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ കുറച്ചാണ് വെച്ചേക്കണത്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. നമ്മുടെ സവാള ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് നമുക്കിത് വേവിക്കണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഒരു 3-4 ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പുളിയാണ്. ഒരു 2-3 കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരച്ചെടുക്കാം. അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ അരച്ചെടുക്കണതാണ് ഏറ്റവും നല്ലത്. പൾസ് ബട്ടൺ യൂസ് ചെയ്ത് അരച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമായിട്ട് പൾസ് ബട്ടൺ യൂസ് ചെയ്ത് അരച്ചെടുത്താൽ മതി. അരയാൻ നന്നായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർക്കണില്ല. ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് മുട്ടയും കൂടെ പൊരിക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഇടുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ച് കൊടുക്കാം. ഒരു വശം റെഡിയാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് 2 വശവും മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ മുട്ട പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇല വെട്ടിയിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇല നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമുക്കിതിലേക്ക് ചോറ് വിളമ്പാം. നല്ല കുത്തിരി ചോറ് തോരൻ വെച്ച് കൊടുക്കാം. ഇനി മെഴുക്കുവരട്ടി, ഒരു സൈഡിൽ ചമ്മന്തി, 2 കഷ്ണം മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, ഒരു സൈഡിൽ കുറച്ച് അച്ചാർ,
അപ്പം നമ്മളെല്ലാം വിളമ്പി കഴിഞ്ഞു. ഇനി വാഴയില പൊതിഞ്ഞിട്ട് നമുക്കൊരു പേപ്പറിൽ ഒന്നുകൂടി ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇത് പൊതിഞ്ഞെടുക്കുവാണേ. ഇനി നമുക്കൊരു പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൊതിച്ചോറ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ ഈ ഇലയിൽ ഇരുന്ന് കഴിയുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നാടൻ പൊതിച്ചോറ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.